Hello everyone, welcome to Brilliant EduTech, the best solution ever. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഗേറ്റ് ലൈഫ് സയൻസിനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ്, ട്രിക്സ്, സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ ഗേറ്റ് ലൈഫ് സയൻസ് പ്രിപ്പയർ ചെയ്യുന്നവർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗേറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടു ദ പോയിന്റ് ക്വസ്റ്റ്യൻസ് ആണ്, സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷനും ടു ദ പോയിന്റ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, വേണ്ടത് മാത്രം പഠിക്കാനായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചില ടോപ്പിക്സ് ചോദിക്കുന്നതായിട്ടും അതുപോലെ ചില സ്പെസിഫിക് കാര്യങ്ങൾ മാത്രമായിട്ട് ചോദിക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗേറ്റ് ലൈഫ് സയൻസിൽ ഇൻ ഡെപ്ത് സ്റ്റഡീസ് ഒന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ടു ദ പോയിന്റ് നമ്മുടെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി മനസ്സിലാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി പോയാൽ മാത്രം മതി. അപ്പോൾ എന്ത്, എങ്ങനെ, ഹൗ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണത്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരം സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കുക, അതിനുള്ള ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ഇതിന്റെ അപ്പുറത്തേക്ക് വല്ലാണ്ട് നമ്മളെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഗേറ്റ് ലൈഫ് സയൻസ് എക്സാംസിൽ നമുക്ക് വരാറില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മുടെ CSIR ലൈഫ് സയൻസ് എക്സാം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ CSIRൽ നമുക്ക് ഇൻഡെപ്ത് സ്റ്റഡീസ് ആവശ്യമാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉള്ള ടോപ്പിക്സ് തന്നെ മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് നല്ല രീതിയിൽ ക്ലിയർ ആയിരിക്കണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, തിയറീസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ബ്രോഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് എങ്ങനെ മറ്റൊരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നു, അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട്, എക്സ്പെരിമെന്റൽ ഓറിയന്റഡ് ആയിട്ട്, ഇങ്ങനെ ഒന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ എല്ലാ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, CSIR ലൈഫ് സയൻസ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ലൈഫ് സയൻസ് ഗേറ്റിന്റെ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ അത്ര അധികം ഡെപ്തിലൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കാര്യം അറിഞ്ഞാൽ മതി. ലൈഫ് സയൻസിന്റെ എക്സാം പാറ്റേൺ നമുക്ക് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. CBT മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 3 മണിക്കൂറോളാണ് ഡ്യൂറേഷൻ വരുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് 15%, കെമിസ്ട്രി ഒരു 25%. ബാക്കി നമുക്ക് ഓപ്ഷണൽ ആണ് അല്ലേ, 2 ചോയ്സസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ബയോളജിയിലെ ഒരു ടോപ്പിക്ക് അതുപോലെ വേറൊരു ടോപ്പിക്കും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. 30% വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്ലിക്കേഷൻ ലെവലിലും അനാലിസിസ് ബേസ്ഡ് ആയിട്ടും കോൺസെപ്ച്വൽ ആയിട്ടും ഒക്കെ നമുക്ക് വരാം. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ന്യൂമറിക്കൽസ് ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇതിൽ തന്നെ മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ പലതും ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന് നോക്കാം. സെക്ഷൻ നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, സെക്ഷൻ P കെമിസ്ട്രി വരുന്നുണ്ട്, സെക്ഷൻ Q2U എനി ഓഫ് ദിസ് 2. അതായത് ഇവിടെ നമുക്ക് ബയോളജിയിൽ വരുന്ന പല ടോപ്പിക്സ് വരും. അതിലേതെങ്കിലും 2 ടോപ്പിക്ക് നമുക്ക് അന്നേരം സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ 1 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ മാർക്സ് അവിടെ വരുന്നത് 15 മാർക്കാണ്. ഇനി സെക്ഷൻ P കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്കിന് വരുന്നത്. അതേപോലെ 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ 15 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ അവിടെ നമുക്ക് സ്കോർ ചെയ്യേണ്ടത് 25 മാർക്കാണ് മാക്സിമം സ്കോർ വരുന്നത്. ഇനി സെക്ഷൻ Q2U, ഇവിടെ നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. Q2Uയിൽ നമുക്ക് 2 സെക്ഷൻസ് ഓപ്റ്റ് ചെയ്യാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 1 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് ഒരു സെക്ഷനിൽ, മറ്റൊരു സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ്, ദെൻ 10 ക്വസ്റ്റ്യൻസ് 2 സെക്ഷനിൽ. നമുക്ക് Q2Uയിൽ ഏതെങ്കിലും 2 സെലക്ട് ചെയ്യാം. ടോട്ടലി അവിടെ നിന്ന് തന്നെ നമുക്ക് 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ 30 ചേർന്ന് 60ഓളം മാർക്സ് ആണ് നമുക്ക് സ്കോറബിൾ ആയിട്ട് വരുന്ന മാർക്സ്. സോ ഇൻ ടോട്ടൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നത് 30 ചോദ്യങ്ങൾ, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കിട്ടുന്നത് 70. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10ഉം 15ഉം 40ഉം ചേർത്ത് 65 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ മാർക്സ് 100 ആണ് വരുന്നത്. സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, കെമിസ്ട്രി, ലൈഫ് സയൻസിന്റെ സിലബസിൽ സെഗ്മെന്റ് Q2U വരുന്നത്
എക്സൽ ക്യൂ വരുന്നത് ബയോകെമിസ്ട്രി ആണ്, എക്സൽ ആർ വരുന്നത് ബോട്ടണി ആണ്, എക്സൽ എസ് വരുന്നത് മൈക്രോബയോളജി ആണ്, എക്സൽ ടി വരുന്നത് സുവോളജി ആണ്, എക്സൽ യു വരുന്നത് ഫുഡ് ടെക്നോളജി ആണ്. ഇതിൽ ഏതെങ്കിലും 2 സെക്ഷൻസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ബോട്ടണി സുവോളജി സെലക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം, മൈക്രോബയോളജി സുവോളജി അതുപോലെ ബയോകെമിസ്ട്രി, ഇങ്ങനെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽ സിലബസ് ഡിസ്കസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ഇതൊക്കെയാണ് വരുന്നത്. വെർബൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യും, അതിൽ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ, സെന്റൻസ് കോംപ്ലക്ഷൻ, ഇൻസ്ട്രക്ഷൻസ്, വെർബൽ അനലോഗ്സ്, വേർഡ് ഗ്രൂപ്പ്സ്, ക്രിട്ടിക്കൽ റീസണിങ്, വെർബൽ ഡിഡക്ഷൻ, ഇങ്ങനത്തെ പല ടോപ്പിക്സ് ആണ് വരുന്നത്. ന്യൂമറിക്കൽ എബിലിറ്റി നോക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ പോലെയുള്ളത്, റീസണിങ്, എസ്റ്റിമേഷൻ, ഡാറ്റ ഇന്റർപ്രിറ്റ് ചെയ്യുക. ഇപ്പോൾ ചാർട്ടൊക്കെ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോർമേഷൻ ചെയ്തിട്ട് അത് എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ജനറൽ ആയിട്ട് ചില കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അതാണ് ചോദ്യം വരുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാം. നമുക്ക് ആദ്യം ഒരു സ്റ്റഡി ഷെഡ്യൂൾ വേണം. നമുക്ക് സിലബസ് മനസ്സിലായി, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഒരു സ്റ്റഡി ഷെഡ്യൂളാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, എങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് തിരിച്ച് നമുക്ക് ഈ ഒരു ടോപ്പിക് എങ്ങനെ വൃത്തിയായിട്ട് പഠിക്കാം എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. എത്ര ദിവസം കൊണ്ട് നമ്മളത് പഠിക്കണം, എത്ര ടൈം എടുത്ത് റിവൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ബുക്സ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. CSIR ലേഞ്ചറിന്റെ ബയോകെമിസ്ട്രി, ഇങ്ങനെ പല പല ബുക്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്ന് വേണ്ടത് റെഫർ ചെയ്ത് പഠിക്കാം. പിന്നെ പറഞ്ഞ പോലെ പോയിന്റ് സ്പെസിഫിക് ആയിട്ട് മാത്രമേ നമുക്ക് ഗേറ്റിന് പഠിക്കണ്ടോ, ഇൻഡെപ്തിലൊന്നും പോകണ്ട. പക്ഷെ അതുകൊണ്ട് തന്നെ ബുക്സ് റെഫർ ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്സ്, പക്ഷെ അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ അനലൈസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ചോദിക്കാം, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എന്നുള്ളതൊക്കെ നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാസ് ഇൻ കേസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും സെക്ഷൻസ് വേണ്ടതായിട്ടുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സോ ഇനി നമുക്ക് ചില ടിപ്സ് നോക്കാം. നമ്മുടെ ഗേറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ എപ്പോഴും പോയിന്റ് ആയിട്ടുള്ള ടു ദ പോയിന്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമുക്ക് വേണ്ടതായിട്ടുള്ളൂ. സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് ഏതൊക്കെയാണ്, സ്പെസിഫിക് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഐഡിയാസ് കോറിലേറ്റ് ചെയ്യുക. കാരണം മെമ്മറൈസ് ചെയ്യേണ്ട കുറേ ഫാക്ട്സ് നമുക്ക് ഗേറ്റ് എക്സാമിന് പഠിക്കാനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാനായിട്ടും അത് ഓർമ്മയിൽ വെക്കാനായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലാഷ് കാർഡ്സ് കീപ്പ് ചെയ്യുക. ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഓരോ ടോപ്പിക്സും ഇതിനകത്ത് എന്തൊക്കെ ചോദിക്കും ഇത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഗേറ്റ് എക്സാം ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സോ വേറെ റിലേറ്റഡ് കണ്ടന്റ്സോ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് വളരെയധികം വാല്യൂബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ സജഷൻസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതനുസരിച്ച് ഉള്ള വീഡിയോസ് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്